വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൂളായിട്ട് പോയാൽ നമുക്ക് തന്നെ ബോറടിക്കില്ലേ? അതുകൊണ്ടാവും ഇടയ്ക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചാലഞ്ച് വരുന്നതും. അതിനെ നമ്മൾ തരണം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലും ഉണർവും ഒക്കെ കൂടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഓരോ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശുഭാപ്തി വിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ശക്തരാവും. കൂടുതലും നമ്മൾ വെപ്രാളപ്പെടുന്നത് പോലെ ഒന്നും കാണത്തുമില്ല. ചെറിയ ചെറിയ വിഷയങ്ങളായിരുന്നെന്ന് കൂടുതൽ ചിന്തിക്കുമ്പോൾ പോകെ പോകെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ടെൻഷൻ അടിച്ചതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് മനസ്സിലാകും. കർമ്മ, അതാണ് നമ്മുടെ ബലം. കർമ്മ നല്ലതാണെങ്കിൽ ദൈവത്തെ പോലും പേടിക്കേണ്ട, ആശ്രയിക്കേണ്ട എന്ന് കേട്ടിട്ടില്ലേ? ശരിക്കും ആ കർമ്മ തന്നെയാണ് നമ്മെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ആ ഷീൽഡ്. കർമ്മ ശരിയല്ലെങ്കിൽ ദൈവം തമ്പുരാൻ പോലും ചിലപ്പോൾ നമ്മുടെ കാര്യത്തിൽ നിസ്സഹായനായി പോകും. കർമ്മയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓരോ ദിവസത്തെയും നമ്മുടെ കർമ്മ എന്ന് പറയുന്നത് ശരീരം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാവനകൾ എല്ലാം കർമ്മയിൽ വരും. വാക്കുകൊണ്ടും നോക്കുകൊണ്ടു പോലും ആരെയും നോവിക്കാതെയുള്ള ജീവിതചര്യ, അത് ദിവസവും ഓരോ നിമിഷവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി വളരെ പെട്ടെന്ന് തന്നെ ഉയർച്ചയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും.